മുനയമല്ലൂസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്നൊരു യാത്രയിലാണ്. ഒരു കുഞ്ഞു വ്ലോഗാണ് ഇന്നത്തേത്. ഇന്നത്തെ വ്ലോഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ കൂടി വരികയാണ്. ആ മെമ്പറെ കാണാൻ പോവുകയാണ്. ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിലോട്ട് കാണാം. ഞങ്ങൾ ഒരു തവണ പോയി കണ്ടതാണ്. ഇന്ന് ഫൈനൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ തുടങ്ങിയ മഴയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ജൂൺ മാസത്തിൽ തുടങ്ങിയ മഴയാണ്. കണ്ടിന്യൂസ് മഴയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വഴിയിലല്ല വരേണ്ടിയത്. നമ്മൾ വരേണ്ട വഴിയിൽ റോഡ് പണി നടക്കുന്നതാണ്. നമ്മൾ ഇതുവഴി വന്നതാണ്. പക്ഷേ ഇവിടെയും വെള്ളം കെട്ടി നിൽക്കുന്ന കാരണം വളരെ പതിയെ മാത്രമേ വണ്ടി പോകത്തുള്ളൂ. ഒരുപാട് നേരം അവിടെ ബ്ലോക്കിൽ കിടന്നു. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മളിപ്പോൾ ഉള്ളത് ഹ്യുണ്ടായിയുടെ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടുന്ന് കാറ് വാങ്ങാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇപ്പോൾ ഇവിടെ നവരാത്രി സെയിലാണ് നടക്കുന്നത്. ഞാൻ ഇവരിവിടെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ഈ കാണുന്നത് അവരുടെ ന്യൂ ലോഞ്ചാണ്. ഹ്യുണ്ടായി ന്യൂ ലോഞ്ചാണ്. ഹ്യുണ്ടായി i20 N ലൈൻ. അതിപ്പം i20 അസ്തയുടെ മോഡിഫൈ ചെയ്തതാണിത്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തത് i20 ആസ്തയാണ്. ഇത് ചേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് ചേട്ടന് കൊടുക്കുന്ന വണ്ടിയാണ്, അല്ലാതെ നമ്മൾ വാങ്ങുന്നതല്ല. അപ്പോൾ കമ്പനിയിൽ നിന്ന് കുറേ വണ്ടികളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഹോണ്ട, മാരുതി, അങ്ങനെ കുറേ വണ്ടികളുടെ ഉണ്ടായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്തത് ഹ്യുണ്ടായി ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി അവർ ഡെലിവറി ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് തരില്ല. അവർ ചേട്ടൻ്റെ ഓഫീസിൽ വെച്ച് ചേട്ടൻ്റെ ബോസാണ് വണ്ടിയുടെ താക്കോല് കൈമാറുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരും വാഹനങ്ങൾ വാങ്ങുന്നത് നവരാത്രി സമയത്താണ്. വാഹനങ്ങൾ വാങ്ങാൻ ഏറ്റവും നല്ല സമയം ഇതാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ വണ്ടി കിട്ടും. അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. With this fear, I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. As you fade away. Yeah, I'm about to fade away. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe. ഇതാണ് ബ്ലൂ ലിങ്ക് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ വണ്ടിയിലെ ഫുൾ കൺട്രോൾ ചെക്ക് ചെയ്യാൻ പറ്റും. എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, അതുകൊണ്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ആപ്ലിക്കേഷനകത്തുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ വണ്ടി മാനുവൽ ട്രാൻസ്മിഷൻ ആയത് കാരണം അതിൽ ക്ലച്ചിൽ കാല് വെച്ചാൽ മാത്രമേ
ക്ലച്ച് പ്രസ് ആയാൽ മാത്രമേ എഞ്ചിൻ സ്റ്റാർട്ട് ആകത്തുള്ളൂ. അതുകൊണ്ട് ഇതിലത് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ എഞ്ചിനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വെഹിക്കിൾ ലോക്കിംഗ്, അൺലോക്കിംഗ്, ലൈറ്റ് ഫംഗ്ഷനിങ്, അലാറം, ഇതെല്ലാം ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇതല്ലാതെ തന്നെ വെഹിക്കിൾ ഫുൾ ഹെൽത്ത് റിപ്പോർട്ട്, എല്ലാ റിപ്പോർട്ടും നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നതാണ്. മൈ ട്രിപ്സ്, നമ്മൾ ഡെയിലി എവിടൊക്കെ യാത്ര ചെയ്തു എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇതിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആകും. ഇതുണ്ട വണ്ടി എവിടൊക്കെ യാത്ര ചെയ്തു ആ ദിവസം, അതിലെല്ലാ ദിവസവും ഇവിടെ ബ്ലൂ ലിങ്ക് നിങ്ങൾക്ക് ഡോട്ടഡ് കാണാം. അതുവഴി നമുക്ക് ആ ദിവസം എവിടേക്കാണ് യാത്ര വെഹിക്കിൾ സഞ്ചരിച്ചത് അതെല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ അലേർട്ട് ആൻഡ് സർവീസ്, ഇവിടെ നമുക്ക് വെഹിക്കിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. വെഹിക്കിൾ എത്ര കിലോമീറ്റർ പരിധിയിലാണ്, എത്ര സ്പീഡിലാണ്, എഞ്ചിൻ സ്റ്റാർട്ട് ആണോ അല്ലയോ, ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ വേറൊരാൾക്ക് വണ്ടി കൊടുക്കുകയാണ്. നമുക്ക് അഥവാ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണം, അവർ എത്ര കിലോമീറ്റർ പരിധിയിലാണ്, എഞ്ചിൻ എത്ര, AC എത്ര സമയം ഓൺ ആയിരുന്നു, എല്ലാം ഈ അലേർട്ട് എല്ലാം നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. ഇന്നലെ ചേട്ടന് ഓഫീസിൽ വെച്ചിട്ട് ചാവി കൈമാറിയായിരുന്നു ചേട്ടന്റെ ബോസ്. അപ്പൊ ഇന്നലെ നവരാത്രി ആയിരുന്നു, ഇന്ന് ദസറ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ദസറയുടെ അന്നാണ് നമ്മൾ വാഹന പൂജ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നികിടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ പോയി വാഹന പൂജ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അമ്പലം എത്താറായിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരിക്കും, കാരണം ഇന്ന് വിദ്യാരംഭം കൂടിയാണ്. അപ്പോൾ നല്ല തിരക്ക് കാണും. വാഹന പൂജയും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞത് ഇന്ന് വാഹനപൂജ ചെയ്യാനായിട്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കുണ്ട്. അപ്പോൾ അവിടെ വിളക്ക് പൂജ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വിദ്യാരംഭത്തിനുള്ള കുട്ടികൾ വരും, എഴുത്തിനിരുത്തണം, അതിനുള്ള തിരക്കുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം തിരക്കെല്ലാം ഒഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞാൽ വാഹന പൂജ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് താക്കോൽ പൂജ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് ദസറയുടെ പൂജകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബൈക്ക്, ഏട്ടൻ്റെ ബൈക്ക്, ഇതെല്ലാം പൂജ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബൈക്കെല്ലാം പൂജ ചെയ്യണം. എല്ലാവരും താഴെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴെ പോയി പൂജ ചെയ്തിട്ട് വരാം.
അപ്പോൾ ഇന്നത്തെ ദസറയുടെ പൂജകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു, അതെല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മുടേതായ രീതിയിൽ പൂജകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവർ പുറത്ത് വന്ന് പൂജ ചെയ്ത് തരില്ല ഇന്നത്തെ ദിവസം. കാരണം ഇന്ന് വിളക്ക് പൂജ, ഐശ്വര്യ പൂജ അതുപോലുള്ള പൂജകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് എഴുത്തിനിരുത്തുന്ന ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. അപ്പം നമുക്ക് താക്കോൽ പൂജ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നൊരു ദിവസം പോയി വാഹന പൂജ ചെയ്യാം. ഇന്ന് നല്ലൊരു ദിവസമായിട്ടാണ് നമുക്ക് വണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി കഴിഞ്ഞ വർഷം ചേട്ടന് അനുവദിച്ചതായിരുന്നു, കോവിഡ് കാരണമാണ് നീണ്ടുപോയത്. അപ്പോൾ ഇത് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിരുന്നതൊന്നുമല്ല ഇത്തവണ കിട്ടുമെന്നുള്ളത്. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വണ്ടി കിട്ടി. പിന്നെ ഇപ്പം ഞങ്ങൾ റെഡിയായിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ബദ്രിമോൻ വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാരണം അവൻ വഴക്കിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ തന്നെ വണ്ടിയും കൊണ്ട് പുറത്ത് കറങ്ങാൻ പോകണം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ ബദ്രിക്ക് ഉച്ചയ്ക്ക് വാക്ക് കൊടുത്തു, ഇനി നമുക്ക് പുറത്ത് വൈകിട്ടൊന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് കറങ്ങാൻ വണ്ടിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അതുവഴി ഒന്ന് ചെറിയൊരു കറക്കവും പിന്നെന്താ ഒരു ഡിന്നർ. ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അച്ഛൻ്റെ അടുത്ത്. അച്ഛന് കാറ് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഡിന്നർ വേണം. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അല്ലേ ബദ്രി? ബദ്രിക്ക് അത് കേട്ടതിന് ശേഷം കേട്ടോ സന്തോഷമായത്. ബദ്രി ഇങ്ങനെ മുഖവും വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഫോട്ടോയിലൊക്കെ കണ്ടാൽ അറിയാം. ഞാൻ ഏറ്റവും ലാസ്റ്റ് ആ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ട് തരാം. മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് കേട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോഴാണ് അവനൊന്ന് തെളിഞ്ഞത് നമ്മൾ പുറത്ത് പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാണ്. എന്നിട്ട് ഇപ്പോൾ റെഡി ആയിട്ട് നിന്നിട്ട് എപ്പോഴും ഇറങ്ങുന്നേ, അമ്മ റെഡി ഇറങ്ങുന്നില്ലേ എന്ന് വിചാരിച്ച് അത്ര എക്സൈറ്റ്മെന്റോട് നിൽക്കുക ബദ്രി. അല്ലേ ബദ്രി? ഞാൻ പുതിയ കാറിൽ എനിക്ക് ഇഷ്ടം, പഴയ സന്ധിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോവാം. പോയിട്ട് ചെറിയതായിട്ടൊന്ന് ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് നമുക്കൊരു ഹോട്ടലിൽ പോകണം ഡിന്നർ കഴിക്കാനായിട്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമാകും ഹോട്ടലിൽ വന്നിരുന്ന ആഹാരം കഴിച്ചിട്ട്. എനിക്ക് തോന്നുന്നു മോൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്കാണ് നമ്മളിവിടെ ഹോട്ടലിൽ വന്നത് ആഹാരം കഴിക്കാനായിട്ട്. ഇവിടെ അച്ഛനും മോളും കൂടെ ഭയങ്കര ചർച്ചയിലാണ്. അവരാണ് ഇന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം ഞാൻ വോയിസ് ഓവർ ചെയ്തേ പറ്റൂ. കാരണം ഇവിടെ മ്യൂസിക് ഇട്ടിട്ടുണ്ട്, നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് മൊത്തം ഇന്ന് വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് മസാല പപ്പടാണ്. ഇത് എല്ലാ തവണയും ഞങ്ങൾ ആദ്യം മസാല പപ്പട തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. ഇത് പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ്. ഈ മസാല പപ്പടം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ പപ്പടം പൊളിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് സവാളയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഉപ്പ് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് മുകളിലിടുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചെറിയ മിക്സർ ഇടുക. അടുത്തത് മോക്ടെയിലായിട്ട് ഓർഡർ ചെയ്തത് മൊണാലിസയാണ്. ഇത് ആപ്പിൾ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിത്ത് ഐസ്ക്രീമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നത്. നല്ലൊരു ഡ്രിങ്കായിരുന്നു. അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തത് ഹക്ക നൂഡിൽസ് ആണ്. പല വെറൈറ്റിയിലുള്ള നൂഡിൽസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഹക്ക നൂഡിൽസിന് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. ഇതിനകത്ത് ചിക്കൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ബദ്രിക്കും ഇഷയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവളാണത് സെലക്ട് ചെയ്തത് ഹക്ക നൂഡിൽസ്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ പലതരം നൂഡിൽസ് കഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്ന് പറയാൻ ഇതിനകത്ത് എരിവ് കുറവാണ്. അതുപോലെ വലുതായിട്ട് പുളിപ്പോ അങ്ങനെയൊന്നുമില്ല. പുളി വളരെ കുറവാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ റാറ, ചിക്കൻ ബദാമി, പിന്നെ ബട്ടർ നാൻ. ഈ ഗ്രേവി ആയിട്ടുള്ളതാണ് മട്ടൻ റാറ.
പിന്നെ ചിക്കൻ ബദാമി അത് ബദ്രിക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത്. കാരണം എരിവ് കുറച്ചേ അവൻ കഴിക്കുള്ളൂ. അതുകൊണ്ട് അതിൽ കുട്ടികൾക്ക് കഴിക്കാനായിരിക്കും ഏറ്റവും നല്ലത് ചിക്കൻ ബദാമി. കാരണം അതിനകത്തൊട്ടും എരിവുണ്ടായിരുന്നില്ല. എനിക്ക് മട്ടൻ റാറയും ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ എപ്പോഴും ഓർഡർ ചെയ്യുന്നതാണ് നാന്, ബട്ടർ നാന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.